അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നൗസൂൻ്റെ ഒരു പൂതി വല്ലാത്ത പൂതിയാണ്. ഓനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു സംവാദം കിട്ടണം. ഒരു സംവാദം ആരായിട്ട്? കാന്തപുരം വിഭാഗത്തിനായിട്ടൊരു സംവാദം കിട്ടണം. എന്നിട്ട് ഓന് എന്ന് പറഞ്ഞിട്ടൊന്ന് ചിരിച്ചണം. പറഞ്ഞിട്ടിങ്ങനെ ഈ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം ഓനിങ്ങനെ കിട്ടണം. അത് ഓന് ശീലമായത്. ഓരോരുത്തരും ഓരോ സ്വഭാവങ്ങളുണ്ടാവുമല്ലോ, അത് കാണിക്കും. ഏതായാലും സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട്. കേട്ടാൽ തന്നെ നമുക്ക് ചെറിയൊരു കേട്ടോ, ഒന്ന് കേട്ടോ. നിങ്ങൾ തെളിയിച്ചു തരും. ചെറിയ ചെറിയ കുട്ടികളൊന്നും തെക്കുബീറൊക്കെ ചെല്ലുണ്ട്. വലിയ ആൾക്കാരൊച്ചൊന്നും കേൾക്കണില്ല കേട്ടോ. പ്രായപൂർത്തിയായ ആൾക്കാരെ തെക്കുബീർ കേട്ടിട്ടില്ല. പറഞ്ഞു തന്നെയാണ് ഷെയ്ഖുന. പറഞ്ഞു തന്നെയാണ് ഷെയ്ഖുന എന്നാൽ കോമാട്ടുചാലിൽ അദ്വ. ഷെയ്ഖുന പറഞ്ഞാൽ കോമാട്ടുചാലിൽ അദ്വക്കാരല്ലേ? സുലൈമാൻ ബാവയാണോ? ആരാണത്? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ മശായിഖിനായിട്ടുള്ള ബന്ധമാണ്. ഇസ്തിഖാമത്ത് മശായിഖിനായിട്ടുള്ള ബന്ധമാണ്, മശായിഖന്മാരായിട്ടല്ല, മശായിഖിനായിട്ടുള്ള ബന്ധമാണ്. അഥവാ അവൻ്റെ കോമാടിനായിട്ടേ ഗ്ലോബൽ വില്ലേജ് കൂടി നടന്നതിന് ഓനായിട്ടുള്ള ബന്ധമായി. അജ്ജോ നിക്കാരും നോമ്പൊക്കെ എന്നിട്ടാ വേണ്ടി. നിസ്കാരം നോമ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലടാ. സുലൈമാൻ ബാവക്ക് നിസ്കാരം ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ ഷെയ്ഖിന്, വലിയ ഷെയ്ഖിന് നിസ്കാരം ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ശംസുൽ അസർ നിസ്കരിച്ചേക്കണോ വെച്ച് ആട്ടി അടിച്ചടാ ഓനെ അവിടുന്ന് എന്ന് പറഞ്ഞത് അതാണല്ലോ. നിസ്കരിച്ചാത്തതുകൊണ്ടാണല്ലോ ആട്ടി അടിച്ചത്. ഉണ്ട്, ഞങ്ങൾ നിസ്കരിക്കണ്ടേ? ഞങ്ങൾക്ക് നിസ്കാരമുണ്ടേ, ഞങ്ങൾ അള്ളാൻ്റെ ത്വരീക്കിലാണേ. അതല്ലേ, ഞങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ത്വരീക്കിലാണ്. അവിടെ ഇസ്ലാമിനൊരു പഞ്ചസ്തംഭങ്ങളുണ്ട്, അത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. അനക്കത് വേണ്ടി വരില്ല, കാരണം കോമാടിന് നിസ്കാരം വേണ്ടല്ലോ, സുലൈമാൻ ബാവക്ക് നിസ്കാരം വേണ്ടല്ലോ. അതുകൊണ്ടല്ലേ ശംസുൽ ആട്ടി തച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്ക് നിസ്കാരമല്ലടോ, ഓൽക്ക് ഹജ്ജില്ലേ, ഈ ഷിയാ ഫൈസിക്കരിക്കണില്ലേ? ഓ ഹിദായത്തിലാ? ജമാഅത്ത് നിസ്കരിക്കണില്ലേ? മുജാഹിദ് നിസ്കരിക്കണില്ല, ഹജ്ജ് ചെയ്യണില്ലേ? എന്താലേ. എന്നിട്ടോ ഒരു ഫൈസി ഉസ്താദിനെ ഒരു വേണ്ടാത്തൊരു പറിച്ചിരും. അവൻ്റെ വാപ്പാനേക്കാട്ടിൽ വയസ്സുണ്ട് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണ് ഈ പറയണത്. ഹിദായത്ത് എന്ന് പറഞ്ഞെടുത്ത് റാസി എടുക്ക്. എടുത്തു കൊടുക്കുക, റാസി എടുത്തു കൊടുക്കുക. ആരോടാ പറ്റി എടുക്കാൻ പറയണേ? റാസി ആർക്കാട് കിട്ടുക? ആര്? കുഞ്ഞാമീനോ? മുത്തപ്പരീത് വായിച്ചാൽ വെച്ചാത്ത ഓനാച്ച് റാസി എടുക്കണത്. മുസ്തഖീമായ വഴിയിലെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ ഇമാം റാസി. ഇല്ലാ ഇദഖ്തദാ ബിശൈഖിൻ, ശൈഖിനോട് തുടരണം. ഒക്കെ ഞങ്ങൾ തുടരുന്നുണ്ടോ? ഇല്ല ഇദഖ്തദാ ബിശൈഖിൻ, അതൊക്കെ ഞങ്ങളുണ്ട്. ഞങ്ങളെ ഉസ്താദ്മാർ ഞങ്ങൾക്ക് ഷെയ്ഖാണേ. ഞങ്ങൾക്ക് 8ഉം 10ഉം കൊല്ലം ഓതി തന്ന ഉസ്താദ്മാർ തന്നെയാണ് ചങ്ങായി ഞങ്ങളെ ഷെയ്ഖന്മാർ. അതല്ലാതെ ഓതി തന്ന ഒരു ഉസ്താദ് 10 വർഷം 12 വർഷം ഓതി തന്ന ഉസ്താദ് പിന്നെ ആ ഉസ്താദിനിട്ടിട്ട് വേറെ ഏതോ ഒരു കാട്ടിക്കിടക്കണ ചങ്ങായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊയന്തിനൊന്നോ നിസ്കരിക്കാത്തവനെ പോയി അംഗീകരിക്കാൻ ഞങ്ങളില്ലാന്ന്. ഞങ്ങളതിനില്ല. ഞങ്ങൾ റാസിമാമ് പറഞ്ഞതൊക്കെ 100ക്ക് 200% അംഗീകരിച്ച് നടക്കണമല്ല. ഞങ്ങളൊരു പണ്ഡിതൻ്റെ അടുത്ത്, ഒരു ഉസ്താദിൻ്റെ അടുത്ത് 10 വർഷം ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് മീസാന് മുതൽ മുല്ലാസനും ബൈലാവിയും അതുപോലെ തന്നെ വലിയ വലിയ കിതാബുകൾ ചൊല്ലിത്തന്ന് ആ ഉസ്താദിൽ നിന്ന് അദബും അച്ചടക്കവും കിതാബും മന്ദിക്കും ആനിയും തഫ്സീറും ഹദീസും എല്ലാം പഠിച്ച് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഏതെങ്കിലും ഒരു മൊയന്തിനെ കണ്ടുകാണ്ട്, ഏതെങ്കിലും ഒരാളെ കണ്ടുകാണ്ട് അയാളിൽ പിന്തുടർന്നു പോകാൻ ഞങ്ങൾ അത്ര വിവരം കെട്ടവരല്ലടോ. ഞങ്ങൾ അത്ര വിവരം കെട്ടവരല്ല. ഞങ്ങളെ ഉസ്താദാണ് ഞങ്ങൾക്ക് ഷെയ്ഖ്. ഞങ്ങൾ ഏത് ഉസ്താദുമാരെടുത്ത് ഓതി പഠിച്ച ആ ഉസ്താദാണ് ഞങ്ങൾ ഷെയ്ഖായിട്ട് അംഗീകരിച്ചു പോണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയ്ഖുണ്ട്. ഞങ്ങൾ ആ പഠിച്ചു പോന്ന ആ രൂപത്തിലൂടെ ഇങ്ങനെ ഷെയ്ഖിനെ അംഗീകരിച്ചു പോരുകയാണ്. അതല്ലാതെ എൻ്റെ മാതിരിയല്ല. പിന്നെ ഈ ഹൗസുന്നയിൽ എന്ത് ചെയ്തു? കുറേ നക്കിക്കാണ്ട് കുറേ അവിടുന്ന് പഠിച്ചുണ്ടാക്കി. അവിടെ എല്ലാവരും പഠിച്ചിട്ടില്ലല്ലോ. അവിടുന്ന് എല്ലാം പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്കെന്ത് ചെയ്തു? കോമാട്ടുചാലിൽ അദ്ദുവിനെ കണ്ടുകാണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോൾ ആ വെള്ളത്തിലൂടെ, ശൈത്താൻ വെള്ളത്തിലൂടെ എന്ത് ചെയ്തു? അങ്ങോട്ട് കുടുങ്ങി.
പിന്നെ എനിക്ക് സുലൈമാൻ ഉസ്താദല്ല, അബ്ദുള്ളോലേർ ഉസ്താദല്ല, വേറെ ആരും എൻ്റെ ഉസ്താദല്ല. ഓരൊക്കെ ബിദ്അത്തുകാരായി, ഓരൊക്കെ പേച്ചറായി, ഓരൊക്കെ എൻ്റെ തായായി. സത്യത്തിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് വരെ എൻ്റെ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞെന്താ, ഹസനി ഉസ്താദിൻ്റെ വയല് കേട്ട് മനമാറ്റം വന്നു. കൊമ്പിരാപ്പ കാതലേ നേരത്തുമല്ല, കൊമ്പിരാ കാതല്. എന്ത് ഷെയ്ഖും മുരീദും എങ്ങായത്? ഈ ജാതി ഷെയ്ഖിനെ മുരീദിനെ അംഗീകരിക്കുന്നതിനേക്കാളും നല്ലതേ വേറെ വല്ല പണിക്കും പോലാ. അതെന്റെ 1:45 ആ നേൽവാദി അല്ലത്, ഓനാണ് ചെക്കൻ പറഞ്ഞത്. ഓൻ ചെക്കെന്ന് പറഞ്ഞത് ആരെയെന്നറിയില്ലേ? പേരോട് ഉസ്താദിനെയാണ് പറയണതേ. ഇപ്പോൾ അവന് ചെക്കനായി. കാരണം എന്താ? അങ്ങനെയാണ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ അവൻ എത്തിപ്പെട്ടിട്ടുള്ള ഈ നൗഷാദ്. ഇവൻ പാവാണ് സത്യത്തിൽ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് കൊണ്ടാണ് ഇവൻ ഈ രൂപത്തിലൊക്കെ പറയുന്നത്. ആ ചെക്കന്മാരെ കുറിച്ചല്ല പറയണത്, അല്ലാഹുവുമായി ബന്ധമുള്ള മശായിഖാണ്. എന്തത്തെ അങ്ങായി നിസ്കരിക്കാത്ത സുലൈമാൻ ബാവ അള്ളയുമായി കൊണ്ട് ബന്ധം. ബിസിനസ് കച്ചവടത്തിലും അതുപോലെ തന്നെ മുറുക്കാൻ തിന്നാനും അതുപോലെ വെറ്റിലൊന്ന് ഉപ്പാനും കുറച്ച് ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെയുള്ള ബന്ധം പറഞ്ഞത്. അവരോട് ബന്ധം വേണം, അവരുടെ ബന്ധത്തിൽ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം. അവരുടെ ബന്ധത്തിൽ നിസ്കാരം നോമ്പ് നല്ല ഉഷാറാവും. കാരണം എന്താ അറിയോ? ഷെയ്ഖിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷെയ്ഖ് എന്താ കാട്ടണ അറിയോ? പകലിൽ നോമ്പിന് ചെന്ന് കഴിഞ്ഞാൽ വെള്ളമാണ് കൊടുക്കും. വെള്ളം കൊടുത്താലോ, അന്ന് ഷെയ്ഖ് കൊടുത്ത വെള്ളം കുടിച്ചാലോ ആ നോമ്പിനാണ് ഏറ്റവും വലിയ പവർ എന്നാണ്. അത് ഈ കോമാടന്മാരെന്നെ പറഞ്ഞത്, ഇവരെന്നെ പറഞ്ഞത്. അതാ ഇവൻ്റെ പമ്പൈസ് പറയുന്നുണ്ട്, അന്നത്തെ നോമ്പിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് അവൻ പറയുന്നുണ്ട്. കേട്ടോളി. ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. കേട്ടില്ല നിങ്ങൾ? ഒരു വ്യക്തിക്ക് നോമ്പിൻ്റെ അവസ്ഥയിൽ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയൂല എന്നാണ് പറയുന്നത്. അതെ, ശരിയാണ്, അങ്ങനെ തന്നെയാണ്. എങ്ങനെ? ഒരു വലിയ റമദാനിൽ ഒരാൾക്ക് വെള്ളം കൊടുത്ത് കുടിച്ചാൻ പറഞ്ഞാൽ അത് കുടിച്ചാന്ന്. പിന്നെ ആ ഖളാ വീട്ടിന്റെ ആവശ്യമില്ല. പിന്നെ മുറിയാത്തോമ്പ് അല്ല, മുറിയുന്ന ഒരു കേൾവിയുണ്ട്. ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുമെന്ന്. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു വീട്ടിക്കോളി. അപ്പൊ യക്കീനുള്ള ആൾക്ക് ഖളാ വീട്ടിൽ ഒരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ ഉഷാർ. അതിനും തക്ബീർ. അതോ അഥവാ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷെയ്ഖ് എന്ത് ചെയ്തു? റമദാനിൽ പകലിൽ വെള്ളം കൊടുത്ത ഒരാൾക്ക്. അപ്പോൾ ആ വെള്ളം അയാൾ കുടിച്ചു. അയാൾ കുടിച്ചാൽ അന്നത്തെ നോമ്പിനാണ് ഏറ്റവും വലിയ സ്ഥാനം, അന്നത്തെ നോമ്പാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത, അന്നത്തെ നോമ്പാണ് ഏറ്റവും വലിയ നോമ്പായത്. ഇതാണ് വരെ നോമ്പ്. ഇതാണ് കോമാട് ചാണ്ടിലെ അബ്ദുള്ളാൻ്റെയും കൂട്ടിനെയും നോമ്പ്, നൗഷാദിൻ്റെയും നോൽമ്പ്. ഇതാണ് ഓരോ നിസ്കാരം. കേട്ടില്ല നിങ്ങൾ? ബല മുസ്ലിം. ഇതിപ്പോൾ ഇവൻ പറഞ്ഞതാ, ഏത് പമ്പൈസ് പറഞ്ഞതാണ് ഇപ്പത്. ഇനി ഇപ്പം ഈ വിഷയത്തിലൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ നൗഷാദ്. ഈ നൗഷാദ് ഇനി പറയുന്നത് കേട്ടോളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുപോലെ റമദാൻ പകലിൽ ഒരു വലിയ തന്ന വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും നോമ്പ് മുറിയില്ല. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് കേട്ടില്ല നിങ്ങൾ? ഇതിപ്പോൾ നമ്മളുണ്ടാക്കിയതാ. ഇവൻ്റെ പമ്പൈസല്ലേ പ്രസംഗിച്ചത്? റമദാനിൻ്റെ പകലിലൊരു വലിയ വെള്ളം കൊടുത്ത് ആ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്ന് മാത്രമല്ല, അന്നത്തെ നോമ്പിനാണ് ഏറ്റവും സ്ഥാനം. എല്ലാ നോമ്പിനേക്കാളും അന്നത്തെ നോമ്പാണ് ഏറ്റവും പവറുള്ളത് എന്ന് പമ്പൈസ് പറഞ്ഞത് കേട്ടു. പറഞ്ഞ് തൊള്ള മൂടിയില്ല. അപ്പോൾ തന്നെ ഇപ്പം പറയാം അത് നമ്മളുണ്ടാക്കുകയാണ്. റമദാൻ്റെ പകലിൽ ഒരു ഷെയ്ഖ് വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്നൊക്കെ നമ്മളുണ്ടാക്കിയതാണ്, നമ്മളെ വാദമാണ്. ഇവനേറ്റാണോ നമ്മൾ സംവാദത്തിന് പോണത്? ഇവനേറ്റാണോ മുഖാമുഖത്തിന് പോണത്? പോണോൽക്കാ പിരാന്തി എങ്ങായിമാരെ. ഇവനേറ്റ് മുഖാമുഖത്തിനും സംവാദത്തിനും പോണോൽക്കാ പിരാന്തി, ഇവനല്ല. അങ്ങനെയാണ്. ഇനി കേട്ടോളി, ഈ രൂപത്തിലൊക്കെ ഉള്ള ആൾക്കാർ ആരാണെന്നുള്ളത് ജിഫിരി തങ്ങൾ പാപ്പ പറയുന്നുണ്ട്. തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാണ് ഇവരുടെ കോലം. എവിടെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയോ പോച്ചുകൊണ്ട് വല്ല മസാർ കൂടിയ പിന്നെ കീശയിലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ്. അങ്ങനെ ഉണ്ടല്ലോ, പല മസാറുകളിൽ പോയി നോക്കിയാൽ പലരും കാണും.
ശരിക്കും കുരുവട്ടൂരികളുടെ രൂപമാണ് ഈ പറയുന്നത്. കാരണം അവരുടെ പ്രസംഗവും സംസാരവും കേൾക്കുമ്പോൾ കഞ്ചാവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രൂപത്തിലൂടെ സംസാരമാണ് അവർക്ക് കേൾക്കുന്നത്. ഏതായാലും പറയ്. ഞാൻ ഒരിക്കലും പുളിക ഉറൂസിന് പോയി. പുളിക ഉറൂസിന് പോയപ്പോൾ ഉറൂസ് കഴിഞ്ഞപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രി ആകുമ്പോൾ ഉറക്കം വയ്ക്കുന്ന വലിയ വശം. ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ സൗകര്യം ചെയ്തു. അങ്ങനെ കുറച്ച് ഈ ഉറൂസിൻ്റെ അടുത്താണ് ദിക്റൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മക്ബറയിൽ നടക്കണ കുറേ ഔലിയാക്കന്മാരുണ്ടല്ലോ, പച്ചയും ചോപ്പൊക്കെ ഇട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടി അവർ രണ്ടാളുകൾ ഇങ്ങനെ വരിക. രണ്ടാളപ്പോൾ ഒരു പെണ്ണുണ്ട്. ആ മക്ബറി കൂടി അങ്ങനെ തന്നെ ഞങ്ങളപ്പോൾ ഇവരുടെ പരിപാടിയൊക്കെ തന്നെയാണ്. ഇപ്പം ഈ നൗഷാദും കുട്ടിയും എവിടെ പള്ളിക്കൊന്നും നിൽക്കണില്ലല്ലോ. ഓരോ ഷെയ്ഖ് കോമാട്ടുചാലിൽ അതെവിടെ പള്ളിക്കൊന്നും നിൽക്കണില്ല. എങ്ങനെ നടക്കുന്ന വലിയ പുതപ്പ് രാവിലെ തന്നെ വലിയ കമ്പിളി തോളിനിടും. അങ്ങനെ വന്നിട്ട് ഇവരിതാക്കി തരും. ഒരു അപ്പാത്തും പെടുന്നു, ഒരു തപ്പാത്തും നടുക്ക് പെണ്ണും കിട്ടും. ഒരു പെണ്ണിനെ നടുക്ക് കിടത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കടന്നുകാണ്ടാണ് ഇവർ കടന്നുറങ്ങണത്. ഇത് തങ്ങൾ വാപ്പ പറയണം, നീർക്കുന്നേരം കണ്ട സംഭവമാണ്. അതന്നെ ഗ്ലോബൽ വില്ലേജിൽ നടക്കണേ. നമ്മളെ കോമാട്ടുചാലിൽ അദ്വൈന് ഇവിടെ നടക്കാത്തത് കൊണ്ട് ദുബായി പോയി എന്നേ ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പം ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു, ഇവരെങ്ങനെ ഇപ്പോൾ ഈ ഔലിയാക്കന്മാരൊപ്പം ഈ ഒരു പെണ്ണിനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവരോട് നിങ്ങളൊന്ന് പോയി പറയുക അവരോട്, അങ്ങനെ ഒരു പെണ്ണും രണ്ടാളും കൂടി കെടുക്കാൻ പാടില്ല. ഇവരിത് എവിടുത്തേരാ എങ്ങനെയാണ് ഇവരെ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ, അവർ വലിയൊരു ലോബിയാണെന്ന് പറയും. ഒന്നും ഉണ്ടാൻ പറ്റൂല. ഇവരെന്ത് അത് സത്യമാണ് ഞങ്ങളപ്പോൾ ഒരു വലിയൊരു ലോബിയാണേ അവരിത്. അത് കാരണം എന്താ പറയുക, ഒന്നും മുണ്ടാൻ പറ്റൂല. പേടിയുള്ളവർക്കൊന്നും മുണ്ടാൻ പറ്റൂല. നമ്മളെ പുറക്കത്തെ ആൾക്കാർ പിന്നെ എങ്ങനെ പറയാം, ഓലിഞ്ഞ് എന്താ വെച്ചാൽ കാട്ടണേ കാട്ടട്ടെ വിചാരിച്ചിട്ടാണ് പറയുന്നത്. പല ആൾക്കാരും നമ്മളെ വിളിച്ച് എത്രേ പറയുന്നുണ്ട്. ഓരോ ഈ നൗഷാദിൻ്റെ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് പറയണേ കേൾക്കണം. മുടിൻ്റെ അടിയിലുള്ള നടീത്തതൊക്കെ വിളിച്ചിട്ട് തൊള്ളി തോന്നിയത് വിളിക്കണേ കേൾക്കണം. എന്തൊക്കെ തൊള്ളി തോന്നിയതാ വിളിക്കുക അറിയോ. അവർ വലിയൊരു ലോബിയാണ്. അവർ പലതും ചെയ്യും അതിലൊന്നും സംശയമൊന്നുമില്ല. അതിൽ പെട്ടതിനാണ് ഇതൊക്കെ. അപ്പം ഞാൻ അവരെ ചെന്ന് കണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ച് പറഞ്ഞയച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവില്ല. കണ്ടോ, തങ്ങൾ വാപ്പം ചെയ്തു, ധൈര്യം കാണിച്ചു, ഓരോ ആട്ടി അവിടുന്ന് വിട്ടു. അപ്പോൾ ആട്ടി വിട്ടുമ്പാട് അവിടെ ഉണ്ടായിരുന്നോലും ആകെ പേടിച്ചു ബേജാറായി. പഠിച്ചോൻ ഇനിയിപ്പോൾ ദിനാലും അല്ല ഉൽമാലും തങ്ങൾ വാപ്പാക്ക് വരുമോ. കാരണം ഓല് തങ്ങളൊന്നുമില്ല. ഓൽക്ക് തങ്ങൾ മൂലരൊന്നുമില്ലല്ലോ. ഓലെ ഇതിനെതിർത്ത് കഴിഞ്ഞാൽ ഓൽക്കെന്ത് തങ്ങൾ, ഓൽക്കെന്ത് മൂലര്. അതന്നെയല്ല ഇപ്പോൾ ഈ കാണുന്നത്. സ്റ്റേജ് കെട്ടിയിട്ട് ഖലീൽ തങ്ങളൊക്കെ പറ്റി പറയുന്നത് കേൾക്കുന്നില്ലേ. കുഞ്ഞേമതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വേറെ ഏതൊരു ജാതിക്കുണ്ടായതാന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ് ഓൻ്റെ സംസാരം. അപ്പോൾ അവരെന്ത് ഉപദ്രവിക്കുമെന്നാണ് പിന്നെ പറയണത്. അപ്പം ഇങ്ങനെ പല മസാറിൽ കൂടിയും പല കള്ളന്മാർ അവരെ കീസ പരിശോധിച്ച് നോക്കിയാൽ കഞ്ചാവായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളതായ ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള പലർക്കും ഉണ്ട്. അതന്നെ ഇപ്പം നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കുറേ ആൾക്കാരെ പിന്നിൽ കൂടുന്നതായ സ്വഭാവം നമ്മളിൽ പലർക്കുണ്ട്. അതിൽ അങ്ങനെ ഒരു പിന്നിൽ കൂടിയതാണ് നൗഷാദ്. അങ്ങനെ പെട്ടതാണ് നൗഷാദിനൊക്കെ. നൗഷാദാവട്ടെ, കുഞ്ഞേമതാവട്ടെ, പിന്നെ പമ്പൈസ് എന്ന് പറഞ്ഞാൽ അളിയനായിപ്പോയി. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ കൂടിപ്പോയതാണ്. ഇവർ കൂടിയാണ്ട് പിന്നെ ഈ ആലിമീങ്ങളെ തെറി പറയുന്നത് കേൾക്കണില്ല നിങ്ങൾ. എന്തെല്ലാം പറയണത്. തങ്ങളാപ്പാൻ എന്തെല്ലാം പറഞ്ഞു. ഓരോരുത്തരെയും ഇവർക്ക് ആരും വലിപ്പറിയില്ല. ഇവർക്ക് ഓരോ കോമാട്ടുചാലിൽ അദ്വനൊന്നും പറഞ്ഞാൽ മതി, എന്നാൽ ഒരു കുഴപ്പമില്ല. സുലൈമാ ബാവാനെ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, അദ്വനെ പറഞ്ഞാൽ മതി. ഇതാണ് ഓരോ സ്വഭാവം. അല്ലാഹു തആല ഇതുപോലത്തെ ആളുകളുടെ ഷർറിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും സ്നേഹിക്കുന്ന ആളുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ പെടുത്തി തെറ്റുക.